എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നത്തോലി വെച്ചിട്ട് ഒരു നത്തോലി മീൻപീര തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 1/2 കിലോ നത്തോലി നന്നായി ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ നത്തോലി മീൻപീരക്ക്. നമുക്കിനി ഇതിലോട്ട് പുളി ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് പുളി കുതിർത്ത് വെക്കാം. ഒരു ബൗളിലോട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് അതിലോട്ട് പുളി കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പിട്ട് ഇനി കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഞാനതിലോട്ട് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഇല്ലെങ്കിൽ നമ്മുടെ വാളൻപുളി ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻപീരയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി, കറിവേപ്പില, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകിൽ നിന്ന് പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് പെരുംജീരകം ഇഷ്ടമാണെങ്കിൽ കുറച്ച് പെരുംജീരകം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതിലോട്ടൊരു 2 നുള്ള് പെരുംജീരകം ചേർക്കുന്നുണ്ട്, അതായത് വലിയ ജീരകം. വെള്ളമൊന്നും ചേർക്കാതെ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നത്തോലിയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നത്തോലി മീൻപീര പോലെ തന്നെ നമുക്ക് ചെറിയ മത്തി കൊണ്ടും ഇതുപോലെ തന്നെ മീൻപീര റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. നത്തോലി കൊണ്ടും മത്തി കൊണ്ടുമാണ് ഈ മീൻപീര ഉണ്ടാക്കിയാൽ ടേസ്റ്റ്. നമുക്ക് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നത്തോലിക്ക് വേവ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ മിക്സി ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫുള്ളും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ പുളിയും വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ കുറേ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബാക്കിയുള്ള പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം പാകത്തിനാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഗ്യാസ് സ്റ്റൗവിൽ മേൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതിലോട്ട് അധികം വെള്ളം വേണ്ട. ഈ ഒരു രീതിയിൽ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് വെള്ളം വേണ്ടു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളക്കാൻ തുടങ്ങിയാൽ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. നമ്മുടെ നത്തോലി വെന്ത് കിട്ടിയിട്ടുണ്ട്. നത്തോലി മീൻപീര ഏകദേശം റെഡിയായി. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ചെറിയ രീതിയിൽ അതിനടിയിലുള്ള വെള്ളമൊക്കെ ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ അതങ്ങ് വറ്റിക്കിട്ടിക്കോളും. നമ്മുടെ സ്വാദിഷ്ടമായ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.